പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ വരും നാളുകളിൽ LDFനോ UDFനോ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ രാജ്യത്ത് അധികാരത്തിൽ വരാൻ കഴിയില്ലെന്ന് ലാഹ ഗോപാലന്റെ മുന്നറിയിപ്പ്. സാധുജന വിമോചന സംയുക്ത വേദിയുടെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 20 നടക്കുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് മുന്നോടിയായുള്ള പദയാത്രയ്ക്ക് അഞ്ചൽ ആറോ ജംഗ്ഷനിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു ലാഹ ഗോപാലൻ. രാജീവ് ഗാന്ധി സോണിയയെ പ്രേമിച്ചപ്പോൾ ഈ നാട് മുഴുവൻ അവർക്ക് എഴുതിക്കൊടുത്തു എന്ന് സംശയിക്കുന്നതായി ലാഹ ഗോപാലൻ പറഞ്ഞു. 3 ലക്ഷം ഏക്കർ വരുന്ന കേരളത്തിലെ കൃഷിഭൂമി ഗോയങ്കയുടെ 3 മക്കളുടെ പേരിൽ എഴുതിവച്ചിരിക്കുകയാണെന്നും കോടതി ഉത്തരവുണ്ടായിട്ട് പോലും ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറാകാത്തത് അതുകൊണ്ടാണെന്നും ലാഹ ഗോപാലൻ ആരോപിച്ചു. ഭൂമിയില്ലാതെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് തിരിച്ചു പോകില്ലെന്ന് സർക്കാരിന് മുന്നിൽ പ്രഖ്യാപിക്കുന്നതായും ലാഹ ഗോപാലൻ പറഞ്ഞു. ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ പദയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. 20 തീയതി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിലെത്തുമ്പോൾ ഇതിന്റെ 100 ഇരട്ടി ആളുകൾ സെക്രട്ടേറിയറ്റ് വളയാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഭൂമിയില്ലാതെ തിരിച്ചു പോകുന്ന പ്രശ്നം ഗവൺമെന്റിന്റെ മുമ്പിൽ ഇല്ല എന്ന് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഇത് പത്തനംതിട്ട മുതൽ തിരുവനന്തപുരം വരെ നടത്തിവരുന്ന പ്രഖ്യാപനമാണ്. അടികൊണ്ടോ ഇടികൊണ്ടോ വെടികൊണ്ടോ പുറകോട്ട് പോകുന്ന ഒരു വർഗമല്ല ഈ രാജ്യത്തെ പട്ടികജാതി വർഗ വിഭാഗമെന്ന് ഈ സമരത്തോടുകൂടി ഇവിടുത്തെ സർക്കാരിനും നാട്ടുകാർക്കും CPMകാരനും തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.